ഹലോ എല്ലാവർക്കും പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കണ്ണൻകുട്ടൻ താഴെ നിൽപ്പുകൊണ്ടാണ് ഞാൻ കണ്ണൻകുട്ടനോട് സംസാരിക്കുകയാണ്. കണ്ടോ നമ്മുടെ കണ്ണൻകുട്ടനെ. അപ്പോൾ ഞങ്ങൾ അർത്തിങ്കപ്പള്ളി പെരുന്നാളിന് പോവാണ് കേട്ടോ. ഞാൻ പഴയ കുറേ വീഡിയോസിൽ അർത്തിങ്കപ്പള്ളി പോകുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ്. നല്ല രസമാണ് കേട്ടോ അർത്തിങ്കപ്പള്ളി പെരുന്നാൾ. അപ്പോൾ ഇന്ന് കുറച്ചായി കേട്ടോ, ഏകദേശം സൺഡേ ഒക്കെ ആകുമ്പോൾ അവസാനിക്കും, പെരുന്നാൾ തീരും കേട്ടോ, എല്ലാം കഴിയും. അപ്പോൾ ഞങ്ങളിതേ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും പൊന്നുകുട്ടി എവിടെ പോയെന്ന്. പൊന്നുകുട്ടി രാകേഷൻ്റെ വീട്ടിലാണ്. നമ്മുടെ കണ്ണൻകുട്ടന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അവന് ചെറിയൊരു ബ്ലഡിൻ്റെ കുറവിൻ്റെ പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പനിയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. കണ്ണൻകുട്ടന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബ്ലഡിന് വേണ്ടിയുള്ള മരുന്നൊക്കെ തന്നു. അതിനുശേഷം നമ്മൾ രാജേഷൻ്റെ വീട്ടിൽ ചെന്നു. പൊന്നുകുട്ടീനെ റെഡിയാക്കിക്കൊണ്ട് ഞങ്ങൾ പോരുവാണ്. രാജേഷൻ്റെ അച്ഛനും അമ്മയുണ്ട് കേട്ടോ. അവർ പുറകെ വരും കേട്ടോ. ബസ്സിന് അടുത്താണ് കേട്ടോ. ഞങ്ങളുടെ വീടുമായിട്ട് ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ അർത്തിങ്കപ്പള്ളിയിൽ. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഈവനിങ്ങിൽ പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ അർത്തിങ്കപ്പള്ളി. അപ്പം ഞങ്ങളിത് കാർ പാർക്കിങ്ങിന് നല്ല ആളാണ് കേട്ടോ, നല്ല തിരക്കാണ്. പെരുന്നാൾ സമയത്തിൽ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ചൊരു സ്ഥലം, സേഫ്റ്റി ആയിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ എപ്പോൾ ഞങ്ങൾ പെരുന്നാളിന് വന്നാലും അവിടെ ആട്ടോ വെക്കുന്നത്. പക്ഷെ ഞങ്ങൾ കുറേ കറങ്ങി കേട്ടോ, ഇച്ചിരി പാടുപെട്ടു. നല്ല ബ്ലോക്കായിരുന്നു വഴിയൊക്കെ. അപ്പം നമ്മുടെ പെരുന്നാളിൻ്റെ അവിടെ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. നല്ല തിരക്കാണ്. ഞങ്ങൾ അകത്ത് കയറണമെന്ന് വിചാരിച്ചു, പക്ഷേ രണ്ട് സൈഡായിട്ട് തിരിച്ചിട്ട് ആളുകൾ ക്യൂ ആണ്. എനിക്ക് ഒരു വഴിപാടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് നടത്താൻ സാധിച്ചില്ല, അത്ര തിരക്കായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടനെയും കൊണ്ട് ക്യൂ നിന്ന് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആണെങ്കിലും ചെയ്യാമല്ലോ, നമ്മളെപ്പോഴും വരുന്നതല്ലേ. അപ്പോൾ ഇത് നമ്മുടെ കൊടിമരമാണ് കേട്ടോ. കൊടി നമ്മൾ അമ്പലത്തിലൊക്കെ കൊടി ഇല്ലേ, അതുപോലെ തന്നെ പള്ളിയിലും കൊടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കൊടി ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അകത്ത് കയറണം. ഈ പള്ളി പെരുന്നാളിനൊരു പ്രത്യേകതയുണ്ട്. ഒരു രൂപമുണ്ട്. ആ രൂപം പള്ളി പെരുന്നാൾ സമയത്തെ അത് പുറത്തെടുക്കത്തുള്ളൂ കേട്ടോ. ഒരു ദിവ്യമായൊരു രൂപമാണ്. എനിക്ക് പള്ളീനെ കുറിച്ചൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എന്തോ പ്രത്യേകതയുള്ളതാണ്. ഏതോ 3 പള്ളിയിലാണ് ഈ രൂപങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ രൂപം. ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. ഞങ്ങൾ സൈഡിൽ കൂടി ഞങ്ങൾക്ക് കയറാൻ സാധിച്ചു. അവിടെ ചോദിച്ചപ്പോൾ നിങ്ങൾ കയറി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സൈഡിൽ കൂടെ അകത്ത് കയറി കണ്ടു. ഇത് പുറത്തുനിന്ന് ഞാൻ എടുത്ത കേട്ടോ. അകത്ത് കയറി നമ്മൾ ഫോണൊന്നും എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആദ്യം ഞാനും പൊന്നുകുട്ടിയും കയറി സൈഡിൽ കൂടെ നിന്ന് നന്നായിട്ട് തൊഴുതു. അതിനുശേഷം കണ്ണൻകുട്ടനും അച്ഛനും കൂടെ പോയി അകത്തൊക്കെ കയറി തൊഴുതിട്ട് ഞങ്ങളെ തപ്പുവാണ് കേട്ടോ. ഞങ്ങൾ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ അച്ഛനും മോനും കൂടെ തൊഴുതു. ഞാൻ കണ്ണൻകുട്ടനെയും പൊന്നുകുട്ടിനെയും മാസ്ക് വെച്ചാണ് കേട്ടോ നടത്തുന്നത്. കാരണം അവർക്ക് പെട്ടെന്ന് ഈ പ്രതിരോധ ശേഷിയൊക്കെ കുറവായതുകൊണ്ട് പെട്ടെന്ന് പനി വരാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചാൽ നടത്തി. അതാണ് ഞാൻ ആ പറഞ്ഞ രൂപം കേട്ടോ. യേശുവിൻ്റെ രൂപമാണ്. എന്തോ പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അമ്പ് നേർച്ച, അങ്ങനെ ഒരുപാട് നേർച്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇതുപോലെ കൂട്ടം കൂടി വന്ന് നേർച്ചയൊക്കെ, നമ്മൾ ഈ അമ്പലങ്ങൾ താലപ്പൊലി എടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയുള്ള ഈ യേശു അവരുടെ പള്ളിയുടെ ഒരു എന്തൊക്കെയോ വഴിപാടുകളാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. വഴിപാടാണെന്ന് എനിക്കറിയാം. ഓരോ ആളുകൾ നേരുന്നതാണ്. ഓരോ കുടുംബത്തിൽ നിന്നും കൊണ്ടുവരാം, ഇത്ര ആളുകളെയും കൊണ്ട് അമ്പ് കൊണ്ടുവരാം, അങ്ങനെയൊക്കെ ഉള്ള നേർച്ചയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് തന്നു. കാരണം രാജേഷൻ്റെ അച്ഛനും അമ്മയും എത്ര വിളിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അവിടെ ഭയങ്കര സൗണ്ടായിരുന്നു, പാട്ടും. അങ്ങനെ അവസാനം അച്ഛനെയും അമ്മേനെയൊക്കെ കിട്ടി കേട്ടോ. വിളിച്ച് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കിട്ടി. ഞങ്ങളിനി പടിഞ്ഞോട്ട് നടക്കുകയാണ്. പടിഞ്ഞോട്ടെന്ന് പറയുമ്പോൾ കടലാണ് കേട്ടോ. അർത്തിങ്കപ്പള്ളിയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്കറിയാവുന്നതാണ് കേട്ടോ. നമ്മൾ പള്ളിയിൽ പോയി തൊഴുതു കഴിഞ്ഞിട്ട് കടലിൽ പോയി കാല് നനയ്ക്കണം എന്നാണ് അതിൻ്റെ ഒരു ആചാരം. എല്ലാവരും പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കടലിൽ പോയി കാല് നനയ്ക്കും. അങ്ങനെയാണ്. ഞങ്ങൾ പിന്നെ കാറ്റടിയും
അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ രണ്ടുപേർക്ക് അത്രയ്ക്ക് സുഖകരമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാലൊന്നും നനയ്ക്കാൻ അങ്ങ് ഇറങ്ങി പോകത്തില്ല കേട്ടോ ഇപ്പം. അപ്പോൾ ഞങ്ങൾ പടിഞ്ഞോട്ട് നടക്കുകയാണ്. പടിഞ്ഞോട്ട് അങ്ങ് കച്ചവടക്കാരുടെ ബഹളമാണ് കേട്ടോ. പല പല എന്താ പറയുന്ന സ്നാക്സുകൾ, ഈ പൊരി, ചോളം, അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, അങ്ങനെ ഒരുപാട് കച്ചവടങ്ങളുടെ ഒരു വലിയൊരു നിരയെന്ന് വേണമെങ്കിൽ പറയാതെ. ഞങ്ങൾ ഫാമിലിയാണ് കേട്ടോ. രാജേഷൻ്റെ അച്ഛൻ, അമ്മ, കണ്ണൻകുട്ടൻ, പൊന്നുകുട്ടി, അച്ഛൻ. അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടെ നടക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നുണ്ട്, കമ്മലുകൾ, വാച്ചുകൾ, കരിമ്പൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ. അങ്ങനെ നടന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. കുറച്ച് നടപ്പുണ്ട്. ഞാൻ എല്ലാം ഒന്നും വീഡിയോസിൽ അങ്ങനെ എടുത്തിട്ടില്ല, വലിയ ലോങ് വീഡിയോ ആയി പോകുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന കാര്യമാണ് കേട്ടോ ഉണക്കമീൻ. ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഉണക്കമീൻ വിൽക്കും കേട്ടോ. രണ്ട് ഇങ്ങനെ സൈഡുകളിൽ ഉണക്കമീൻ എന്തൊക്കെയോ തരങ്ങളാണ്. ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളുടെ ചെറിയ പാർക്കുകൾ, പിന്നെ ബെജിക്കടകൾ, അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കടൽ തീരത്തെത്തിയപ്പോൾ ഇരുട്ടിയിട്ടൊന്നുമില്ല, ഇരുട്ടി വരുന്നതേ ഉള്ളായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല രസമല്ലേ നമ്മുടെ മക്കളുമായിട്ട് ഇതുപോലെയുള്ള സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുക. അവരിതെല്ലാം കാണുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ. പിന്നെ ഞങ്ങൾ ബജി വാങ്ങിച്ചു കേട്ടോ. മുളക് ബജി വാങ്ങിച്ചു, പിന്നെ കോളിഫ്ലവർ ബജി വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു. അതിന് ശേഷം രാകേഷൻ്റെ അച്ഛനും പൊന്നുകുട്ടിയും കടലിൽ കാല് നനയ്ക്കാനൊക്കെ പോയി കേട്ടോ. ഞങ്ങൾ പോയില്ല, നല്ല തിരക്കാണ് അവിടെ. അതുകൊണ്ട് ഞങ്ങളങ്ങനെ കാല് നനയ്ക്കാനൊന്നും ഇറങ്ങിയില്ല കേട്ടോ. കുറേ നേരം അവിടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കടലിൻ്റെ ആ ഒരു ക്ലൗഡ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരു ഓറഞ്ച്, റെഡ്, വൈറ്റ് എല്ലാം കൂടെ ചേർന്ന ഒരു ഷെയ്ഡല്ലേ. നല്ലൊരു പ്രത്യേകതയുണ്ടല്ലേ കടൽ കാണാൻ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഇനി തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സൈഡിലെ കാര്യങ്ങളല്ലേ കണ്ടത്, തിരിച്ചു പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിലെ കാര്യങ്ങൾ. അങ്ങനെയാണ് കാഴ്ചകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോൾ കാണുന്നത് കേട്ടോ. ഒരു പ്രത്യേകതയാണ് ഇതുപോലുള്ള ഉത്സവങ്ങൾ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പള്ളി പെരുന്നാൾ, എനിക്കതൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് പോകുന്ന നമ്മുടെ കണിച്ചുകുളങ്ങര അമ്പലമാണ് കേട്ടോ. അടുത്ത ഇതിങ്ങനെ വരും കേട്ടോ. ആദ്യം മുല്ലയ്ക്കച്ചിറപ്പ്, അതിനുശേഷം വൈക്കത്തഷ്ടമി, പിന്നെ നമ്മുടെ അർത്തിങ്കപ്പള്ളി പെരുന്നാൾ, ഇനി കണിച്ചുകുളങ്ങര. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്തുള്ള ചെറിയ അമ്പലത്തിലെ ഉത്സവങ്ങൾ. അതിനുശേഷം ഞങ്ങളിവിടെ കണ്ണൻകുട്ടനൊരു കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അതൊരു മസ്റ്റാണ്. എവിടെ പോയാലും കണ്ണൻകുട്ടനൊരു കളിപ്പാട്ടം എൻ്റെ വകയുണ്ടാകും. ഞാനത് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു പാമ്പിനെയൊക്കെ പിടിച്ചുകൊണ്ട്, അത് എവിടെ പോയാലും ഉള്ളൊരു സാധനം കേട്ടോ. പെറ്റ് ഷോ എന്നും പറഞ്ഞിട്ട് നമ്മൾ എവിടെ ഇതുപോലുള്ള ഉത്സവ പറമ്പുകളിൽ ഇപ്പോൾ അതുണ്ട്. അതിനുശേഷം അച്ഛനും അമ്മയും അങ്ങ് പോയി കേട്ടോ. സമയം പോയെന്നും പറഞ്ഞ് പോയി. ഇതെന്താണ് സംഭവം എന്നറിയാം, ഗോലിസോഡയാണ് കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഗോലിസോഡ കുടിച്ച് ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഗോലിസോഡ കുടിച്ച് ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ, കുടിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ മിറിണ്ട, കൊക്കോക്കോളയുടെയൊക്കെ ടേസ്റ്റാണ്. പക്ഷേ ഇത് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം കണ്ടോ, ഇത് എന്ത് രസമല്ലേ. നമ്മുടെ പഴയ കാലം നമുക്ക് ഓർമ്മ വന്നു. അപ്പോൾ പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും തണുപ്പില്ലാത്ത ഗോലിസോഡയാണ് വാങ്ങിച്ചു കൊടുത്തത്. ഞങ്ങൾ തണുപ്പുള്ളത് കുടിച്ചു കേട്ടോ. അത്ര നല്ലതല്ല ഇതൊന്നും കൊടുക്കുന്നതെന്നറിയാം, എങ്കിലും ഞങ്ങൾ കുടിച്ചു കേട്ടോ. ഒരു സന്തോഷം. എപ്പോഴും ഒന്നും ഇല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. അപ്പോൾ ഇതാണ് ഗോലി കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് കളിക്കാൻ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ 5 എണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 5 ഗോലിസോടെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഞാൻ ഈ സംഭവം മേടിച്ചു. കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഈ ഗോലി കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ആ കടയിലെ ചേട്ടൻ പറയാണ്, നാളെ രാവിലെ വാ, ഇവിടെ കുറേ കിടപ്പുണ്ട്, ഞാൻ എടുത്തു വെച്ചേക്കാവെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടം. അവരത് വെച്ച് ഇങ്ങനെ കളിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ 2 ഗോലിസോഡ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ കാണിച്ചിട്ട് അതിനുശേഷം ഞങ്ങൾ ചെടിച്ചട്ടി വാങ്ങിക്കുകയാണ് കേട്ടോ. പിന്നെയും ഞാൻ ചെടിച്ചട്ടി വാങ്ങിച്ചു. എത്രയാ, 100 രൂപയ്ക്ക് 5 ചെടിച്ചട്ടി. നല്ല വലിയ ചെടിച്ചട്ടിയാണ് കേട്ടോ. 100 രൂപയ്ക്ക് 5 ചെടിച്ചട്ടി വാങ്ങിച്ചു. ചെടിയൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അവിടെ ഒന്നും ചെടിയൊന്നും നല്ലതില്ല. കണ്ടിട്ട് എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഈ ചെടിയൊക്കെ ഇങ്ങനെ അവർ വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും. പക്ഷേ ഇത്
ഒരു സുഖം തോന്നിയില്ല കേട്ടോ ചെടികളൊന്നും. ഇനി എനിക്ക് എവിടെന്നെങ്കിലുമൊക്കെ ചെടിയൊക്കെ മേടിച്ച് കുറച്ചുകൂടെയൊക്കെ നടണം എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാനിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുല്ലക്കച്ചറപ്പുകളിലും ഇപ്പം കാണുന്ന സംഭവങ്ങളല്ലേ, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങൾ, ആകാശത്തൊട്ടിൽ, അങ്ങനെ എന്തൊക്കെയോ കുറേ ട്രെയിനുകൾ, അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചെടികൾ വിൽക്കുന്ന. കുറച്ച് സ്ഥലത്ത് കുറച്ച് ചെടികളൊക്കെ ഉള്ളു കേട്ടോ. റോസായൊക്കെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ആരും അങ്ങനെ മേടിക്കുന്നുമില്ല. ഞാൻ പക്ഷെ മേടിച്ചില്ല കേട്ടോ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് പോയി അങ്ങ് ഇരുന്ന് കേട്ടോ. സത്യം പറയാമല്ലോ, നല്ല കാലുവേദന. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറേ നല്ല സ്റ്റിൽസൊക്കെ എടുത്തു. ഞങ്ങൾ 4 പേരും മാറി മാറി കുറച്ച് നേരം അവിടെ ഇരുന്നോണ്ട് അതെല്ലാം കണ്ട് കേട്ടോ. കാരണം നടന്ന് കാലിൻ്റെ ഊറ്റി വേദന എടുക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മുടെ പൊന്നുകുട്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ ഞങ്ങൾ വാങ്ങിക്കുകയാണ്. ഈ പേന, പെൻസില്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അവൾക്ക് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെയും ഞങ്ങൾ നടക്കുകയാണ്. പള്ളി കാണാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ കടലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ നമുക്ക് പള്ളി കാണാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു ചന്ദ്രൻ, പള്ളിയുടെ ഇതുകൊണ്ട് ചന്ദ്രൻ ഇപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഷെഡ് പോലെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പള്ളി കറക്റ്റ് സൂം ചെയ്ത് കാണാൻ പറ്റില്ല കേട്ടോ. അതിനുശേഷം ഞങ്ങളിത് അലുവ വാങ്ങിച്ചു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അലുവ. എനിക്ക് മധുരം, അയ്യോ എനിക്കറിയില്ല, എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മധുരം അധികം കഴിക്കാൻ പാടില്ല കേട്ടോ. എനിക്കെന്നല്ല, ആർക്കും മധുരം അധികം കഴിക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് മധുരം ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അലുവയൊക്കെ വാങ്ങിച്ച് കുറച്ച് പൊരി അതും ഇതുമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതേ നടന്ന് വരികയാണ്. അതേ ഒരു കണ്ണൻകുട്ടി പറയാം, ഈ അമ്മ അവിടെ നിൽക്കുന്നത്. ഞാൻ നേരത്തെ അവിടെ പോയി നിന്ന് 3 പേരും കൂടെ നടന്നു വരുന്ന വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയൊക്കെ കണ്ടുപിടിച്ചെടുത്ത് ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു അടുത്ത ഒരു ഫ്രണ്ടിനെ എനിക്ക് കാണാൻ പറ്റി കേട്ടോ. ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ കാണാൻ പറ്റി, കുഞ്ഞിനെയൊക്കെ കാണാൻ പറ്റി അവളുടെ. അതിനുശേഷം രാജേഷിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളിത് ചോറ് കഴിക്കണം. അവിടെ വന്നപ്പോൾ നല്ല അടിപൊളി മാങ്ങയിട്ട മത്തിക്കറി, മത്തക്കറി അല്ല മത്തിക്കറി, ചാളയില്ലേ, ചാള നല്ല മാങ്ങയിട്ട അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിശ്ശേരി ആയിരുന്നു. എൻ്റെ അമ്മോ പിന്നൊന്നും പറയണ്ടല്ലോ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരല്ലേ ചോറ് കഴിക്കാത്ത. അമ്മ ഒന്നും പറഞ്ഞേ ഉള്ളൂ ചോറ് കഴിച്ചോളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. കുറേ നേരം, ഏകദേശം ഒരു 11 മണിയോളം ഞങ്ങൾ അവിടെ ഇരുന്ന് കേട്ടോ. ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഇത് കരിമ്പാണ് കേട്ടോ. അവിടെ കരിമ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അനിയൻ. അപ്പോൾ രാജേഷിനകത്തു നിന്ന് ഒരു കഷ്ണം കരിമ്പൊക്കെ എടുത്ത് അത് തന്നെയാണ്. പണ്ട് കാലത്ത് നമ്മളിങ്ങനെ കടിച്ച് വലിച്ച് കഴിക്കുമായിരുന്നല്ലേ, ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പം പല്ലിനൊന്നും അത്ര വലിയ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് കരിമ്പ് കഴിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഞങ്ങളിത് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിള്ളേർക്ക് അത് കണ്ടിട്ട് അങ്ങോട്ട് എന്തോ പോലെ, അയ്യേ എന്ത് സാധനമായി കഴിക്കുന്നതാണ് പിള്ളേർ രണ്ടും ചോദിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെയൊക്കെ അല്ലായിരുന്നു, കരിമ്പൊക്കെ കടിച്ച് വലിച്ച് അങ്ങനെ തിന്നുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിൽ ഇങ്ങനെ എനിക്ക് ആകാശം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര പേർക്ക് ആകാശമൊക്കെ ഇഷ്ടമുള്ളത്? എനിക്ക് ഒരുപാട് ഇഷ്ടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ആകാശം, ചന്ദ്രനൊക്കെ ഇങ്ങനെ നിൽക്കുന്നതും രാവിലത്തെ നമ്മുടെ ഒരു ആകാശം, അതൊക്കെ എനിക്ക് ഭയങ്കര, എൻ്റെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു ഫീലാണ് കേട്ടോ. ആകാശമൊക്കെ കാണുന്നത്, പിന്നെ കിളികളെ കാണുക, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ഫ്രണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ എന്ന്. ഒരു ദിവസം ഇടാൻ കേട്ടോ. കുട്ടികളുടെയൊക്കെ പേരൊക്കെ പറഞ്ഞ പൊന്നു കണ്ണൻ അതല്ല കേട്ടോ അവരുടെ റിയൽ നെയിം. അപ്പോൾ എൻ്റെ പേരൊന്നും ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അതിനുശേഷം ഞങ്ങളൊരു കടയിൽ കയറി കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു, പാല് അങ്ങനത്തെ ഐറ്റംസ് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അത്യാവശ്യം നമുക്ക് വേണ്ട വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്.
ഞങ്ങളുടെ മാർക്കറ്റാണ് കേട്ടോ, നല്ല വിജനമായി കിടക്കുന്നു. ഞങ്ങളുടെ ചേർത്തല മാർക്കറ്റ് രാത്രിയല്ലേ, 11 മണി സമയമല്ലേ, ആരും ഉണ്ടാവില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഒന്ന് കയറണമായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കയറാനായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.